ഹായ് എവരിവൺ, സെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള ഒരു എളുപ്പ വഴിയെ പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്. നമ്മുടെ ഇവിടെ നിന്ന് 70, 75, 80% അടുത്തൊക്കെ മാർക്ക് വാങ്ങി സെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അവർ കൺവേ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വിജയ വഴികളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുൻപ് I+ന്റെ ട്രെയിനിങ്ങിനെ പറ്റി ഒരു 30 സെക്കൻഡ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ ഇതറിയാതെ പോയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 6 മാസം നഷ്ടമായി പോകരുതെന്ന് ആഗ്രഹിക്കുന്നു. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഇവരോടൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും 2000-ലധികം സെറ്റ് വിജയികളെ കഴിഞ്ഞ 3-3.5 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ബേസിലുമാണ് നിങ്ങൾക്ക് I+ന്റെ കോഴ്സുകൾ പരിചയപ്പെടുത്തുന്നത്. വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഒരു മന്തിൽ 1000 രൂപ എന്നുള്ളത് പോലും താഴെ നിൽക്കുന്ന ഒരു ഫീസിൽ ഇപ്പോൾ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. കെമിസ്ട്രി, ഹിസ്റ്ററി, ഫിസിക്സ്, ബോട്ടണി, എക്കണോമിക്സ്, മാത്സ്, സൈക്കോളജി, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, സുവോളജി എന്നീ വിഷയങ്ങളിൽ ട്രെയിനിങ് അവൈലബിൾ ആണ്. കൃത്യമായിട്ടുള്ള നോട്ടുകളും എല്ലാ റിസോഴ്സുകളും ഒരു കുടക്കീഴിൽ, നോട്ടായാലും വീഡിയോ ക്ലാസ് ആയാലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് ആണെങ്കിലും ആയിരക്കണക്കിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തയ്യാറെടുക്കാനുള്ള വഴികളിലൂടെയും I+നോടൊപ്പം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഈ വിദ്യാർത്ഥികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് കണ്ടന്റ് ലിമിറ്റ് ചെയ്യുക. ഈസി ആയിട്ട് സെറ്റ് പാസ്സാകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം കുറച്ച് പഠിക്കുക എന്നുള്ളതാണ്. കുറച്ച് പഠിക്കുക. നമ്മൾ പഠിക്കാനായിട്ട് എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ഒരു യൂണിറ്റ് പഠിക്കാനായിട്ട് തന്നെ പലപ്പോഴും 1, 2, 3, 4 മാസം ഒക്കെ എടുത്തിട്ട് ടൈം വേസ്റ്റ് ആക്കി കളയും. ഈ കാര്യം ചെയ്യല്ലേ. ഇനി നിങ്ങളുടെ മുന്നിൽ എത്ര ദിവസങ്ങളുണ്ടോ അതിനെ 6 ഡിവൈഡ് ചെയ്താൽ പേപ്പർ 1-ന്റെയും പേപ്പർ 2-ന്റെയും ഓരോ യൂണിറ്റ് പഠിക്കാൻ അത്രയും സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഇതിപ്പോൾ മാർച്ച് ആയതുകൊണ്ട് ഞാൻ പറയാം, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, മാക്സിമം ഒരു 120 ഡേയ്സ് ആണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളതെങ്കിൽ പേപ്പർ 1-ന്റെയും 2-ന്റെയും കൂടെ ഒരു യൂണിറ്റ് പഠിക്കാൻ 20 ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ 3-4 മണിക്കൂർ മാത്രം ദിവസം പഠിക്കാനുള്ള ഒരാളാണെങ്കിൽ 80 മണിക്കൂറേ നിങ്ങൾക്ക് പേപ്പർ 1-ഉം പേപ്പർ 2-ന്റെയും കൂടി ഒരു യൂണിറ്റ് പഠിക്കാനുള്ളൂ. അപ്പോൾ ഒറ്റ യൂണിറ്റ് പഠിക്കാൻ 30-40 മണിക്കൂറാണ് മുന്നിലുള്ളത്. ആ സമയത്ത് നിങ്ങൾ കണ്ടന്റ് മുഴുവൻ കവർ ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം, അതിന് പുറമെ അതിൻ്റെ 2-3 റൗണ്ട് റിവിഷൻ എങ്കിലും നടത്തണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ലിമിറ്റ് യുവർ കണ്ടന്റ്. പഠിക്കേണ്ട കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യാതെ നിങ്ങൾ സെറ്റോ നെറ്റോ അതുപോലത്തെ എന്ത് പരീക്ഷയാവട്ടെ ലിമിറ്റ് ചെയ്യാതെ നിങ്ങൾ പഠിച്ച് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ കാര്യം എപ്പോഴും ഓർക്കുക. സെറ്റ് ഈസി ആയിട്ട് പാസ്സാകാനുള്ള ആദ്യത്തെ വഴിയാണ് കണ്ടന്റ് ലിമിറ്റ് ചെയ്യുക. രണ്ടാമത്തെ വഴിയാണ് PYQ ബേസ്ഡ് ആയിട്ടുള്ള പഠനം. പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, ഡൗൺലോഡ് ചെയ്ത് നോക്കൂ, ഓപ്ഷൻ A, ഓപ്ഷൻ B, ഓപ്ഷൻ C, ഇതാ ശരി, അത് ശരി, ഇത് ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കളയും. അതല്ല വേണ്ടത്. വിത്ത് എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ് 10,200-ലധികം 1,500-ഓളം ചോദ്യങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. കാര്യം 2014 സിലബസ് മാറിക്കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരം LBS തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. 1,500 ചോദ്യം ഒരു സിലബസിൽ നിന്ന് തന്നെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫോക്കസ് ഏരിയകൾ അത് അനലൈസ് ചെയ്താൽ കിട്ടില്ല എന്ന്? ഓരോ മുക്കിന്നും മൂലയിന്നും ഇത്രയും കാലം ചോദിച്ച എല്ലാ ചോദ്യവും ഓപ്ഷനും വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം സിലബസ് ഓട്ടോമാറ്റിക് ആയിട്ട് കവർ ആവും. ഞാൻ പറയുന്ന ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഉത്തരം ഇതാന്ന് മാർക്ക് ചെയ്ത് പോകുന്ന പഠനമല്ല, ഇൻഡെപ്ത് പഠിക്കുക. അപ്പൊ ചോദ്യങ്ങൾ ആവർത്തിച്ച് കാണുമ്പോൾ ഒരു 1000 ചോദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 1001-ാമത്തെ ചോദ്യവും 1020-ാമത്തെ ചോദ്യവും ഒക്കെ മുൻപത്തെ ഫോക്കസ് ഏരിയകളിൽ നിന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത്. സെയിം ചോദ്യം കുറച്ചേ റിപ്പീറ്റ് ചെയ്യാറുള്ളൂ, പക്ഷേ ഫോക്കസ് ഏരിയകൾ എവിടെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ ചോദ്യം വരും എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളെ സഹായിക്കും. മൂന്നാമത്, ഏത് ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും കേൾക്കുന്ന കാര്യമാണ് റിവിഷൻ 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 എന്നുള്ളത്. പഠിക്കുന്ന കാര്യങ്ങൾ ഒറ്റ തവണ വായിച്ച് ഒരാവർത്തി വായിച്ചു കഴിഞ്ഞാൽ തലയെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചിറ്റി റോബോട്ടൊന്നും അല്ലല്ലോ, ആണോ? നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾ ആവർത്തിക്കണം, റിവിഷൻ നടത്തണം, വീണ്ടും വായിക്കണം.
വീക്കെൻഡിലും മന്ത് എൻഡിലും ഉള്ള റിവിഷൻ. നിങ്ങൾ ഒരു മെറ്റീരിയൽ കുറഞ്ഞത് ഒരു 3 ആവർത്തി വായിക്കാനായിട്ട് റിവൈസ് ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിൽ അത് വായിക്കാതിരിക്കുന്ന ബെറ്റർ. കാര്യം പരീക്ഷാ ഹാളിൽ ഒരു പുക പോലെ എന്തൊക്കെയോ എന്നുള്ള തോന്നൽ ഒഴിച്ച് മറ്റൊരു ബെനിഫിറ്റോ അത് നൽകാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ ലിമിറ്റ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി അറിഞ്ഞ് പഠിക്കുക. എങ്ങനെ സിലബസ് കവർ ചെയ്ത് തീർക്കുക എന്നുള്ളതല്ല, LBS ചോദിക്കുന്ന പാറ്റേണിൽ പഠിക്കുക എന്നുള്ളതിന് പ്രയോറിറ്റി കൊടുക്കുക. അതോടൊപ്പം തന്നെ 3 റൗണ്ടെങ്കിലും വീക്കെൻഡിലും മന്ത് എൻഡിലും പരീക്ഷയോടടുത്തും 3 റൗണ്ടെങ്കിലും റിവിഷൻ നടത്തുക. I+ന്റെ കോഴ്സുകൾ വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്കുകളും പാസ്സായിട്ടുള്ളവരുടെ ടെസ്റ്റിമോണിയൽസും ഇന്റർവ്യൂകളും നിങ്ങളുടെ മുന്നിൽ തെളിവായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഇനിയും എന്തിനു വൈകുന്നു? നന്നായി പഠിക്കാൻ ഒരു തീരുമാനം എടുക്കുക. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ട്രയൽ ക്ലാസ്സുകൾ കാണുക. നിങ്ങൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്താൽ തന്നെ ഡെയിലി 5 ചോദ്യങ്ങൾ പേപ്പർ 1ഉം അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി പഠിക്കുക. ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നിങ്ങളുടെ സെറ്റ് പ്രിപ്പറേഷൻ ജേർണിയിലും ലൈഫിലും എല്ലാ നന്മകളും ആശംസിക്കുന്നു. മികച്ച വിജയം നേടാനാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.